കാസിമി ഉസ്താദെ, നിങ്ങൾ ഏതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുകയെ. നിങ്ങളെന്താ ഈ ഉറച്ചു നിൽക്കാത്തത്? ഈ മടക്കനമ ചവിട്ടിയ മാതിരി അവിടെയും പടി, അവിടെ ചവിട്ടി ഇവിടെ പൊന്ത്, ഇവിടെ ചവിട്ടി അവിടെ പൊന്ത്, എന്താ അങ്ങനെ? നിങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ത്വരീക്കത്ത് വേണം, ത്വരീക്കത്ത് അതുപോലെ ഇതെങ്ങായി എനക്കെങ്ങനെ അറിയാം, ശരി ഔലിയാക്കന്മാർക്ക് ശരീഅത്ത് അങ്ങനെയാണ്, ഇവരെ ശരീഅത്ത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ റമദാൻ കഴിഞ്ഞിട്ട് കോമാട്ടുചാലിൽ അദ്ദും അതുപോലെ നൗഷാദും കുഞ്ഞാമും പമ്പൈസും നിങ്ങളൊന്ന് കാണാൻ വരണമെന്നെത്തിനും. നിങ്ങളൊന്ന് നല്ലോണം മാലിട്ട് പൂജിച്ച് കാണ്ടേ നമ്മളെ സ്വാദിഖലി ശിഹാബ് തങ്ങൾക്കൊരു ബാഗൊക്കെ കൊണ്ടേ കൊടുത്തല്ലോ നൗഷാദ്, ആ റബീഉൽ അവ്വലിന് മൗലൂദിന് ഇരുത്താൻ വേണ്ടിയിട്ട്. അന്ന മാതിരി ഇങ്ങൾക്കും തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തന്നിട്ട് ദാറുൽ ഖുർആനിലൊന്ന് ക്ലാസ്സിനൊക്കെ ഒന്ന് കയറണം എന്നൊക്കെ കരുതിയിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയും പറയണം. നിങ്ങൾ ആ പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ശരീഅത്ത് ഔലിയാക്കന്മാർക്ക് ശരീഅത്ത് വേറെ, ഇവർക്ക് മൂല്യന്മാർ പറയുന്ന ശരീഅത്ത് വേറെ, ഓരോ ശരീഅത്ത് എങ്ങായി എനക്കെവിടുന്ന് അറിയണമെന്നൊക്കെ ചോദിച്ചിട്ടേ പ്രസംഗിച്ചിരുന്നു. ഇപ്പോൾ ഔലിയാക്കൻ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരീഅത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ശരീഅത്ത് നിർബന്ധമൊന്നും, ത്വരീക്കത്ത് നിർബന്ധമൊന്നുമില്ല എന്നാണ് മുഹമ്മദ് ഖാസിമി പറയണേ. ഒരാൾ ത്വരീക്കത്താൽ നിർബന്ധമില്ലാന്ന് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞിരുന്നു ത്വരീക്കത്തായാലും നിർബന്ധമൊന്നുമില്ല എന്നുള്ളത്. എന്നിട്ടിപ്പോൾ എന്തേ നിർബന്ധമായോ? ത്വരീക്കത്താൽ നിർബന്ധമൊന്നുമില്ല. ത്വരീക്കത്തിൽ ചേരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ത്വരീക്കത്തിൽ ചേരൽ നിർബന്ധമുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് നൗഷാദാണ് വെച്ചാൽ ത്വരീക്കത്തിൽ ചേരൽ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് നടക്കുക. നിങ്ങൾ അതിൽ കൂടിക്കണേ വിചാരിച്ചിട്ട് നിൽക്കുക നൗഷാദ്. അതേ സമയത്ത് അയാൾക്ക് മൂന്നും ലഭിക്കൽ നിർബന്ധമാണ്. ഏതാണ് മൂന്ന്? അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. ഈ മൂന്ന് കാര്യം അതിപ്പോൾ ഒരു മുസ്ലിമായ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായൊരു കാര്യമല്ലേ? ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഒക്കെ നിർബന്ധം. ത്വരീക്കത്തിൽ ചേരാൻ നിർബന്ധമുണ്ടോ? അങ്ങനെ പറയാൻ കഴിയില്ല. കൊളാക്കിയല്ലപ്പോൾ ഇയാള്. ത്വരീക്കത്തിൽ ചേരൽ നിർബന്ധമുണ്ടോ? അതങ്ങനെ പറയാൻ കഴിയൂല. അപ്പം നമ്മൾ കുടുങ്ങിയടാ. ഇപ്പോൾ ആണ് വെച്ചാൽ ഇപ്പം ഇനിയിപ്പോൾ റമദാൻ കഴിഞ്ഞ് പെരുന്നാളൊന്നും കഴിഞ്ഞാൽ ഗ്ലോബൽ വില്ലേജിലേക്കും പോകാൻ പറ്റൂല, അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് റഹ്മത്തുള്ളാ ഖാസിമിൻ്റെ അടുത്തൊന്ന് പോയിട്ട് ആ ദാറുൽ ഖുർആനിലൊക്കെ ഒന്ന് കൂടിയാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂപ്പരെ കൊണ്ടും പറയിപ്പിച്ചാന്ന് കരുതി നോക്കുമ്പോൾ മൂപ്പരിപ്പോൾ പറഞ്ഞത് ഇപ്പം നേരെ മറിച്ച. ആദ്യം പറഞ്ഞ പ്രസംഗത്തിന് നേരെ എതിര്. ത്വരീക്കത്ത് ചേരൽ നിർബന്ധമുണ്ടോ? അങ്ങനെ പറയാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അതാ ഇപ്പോൾ മൂപ്പര് പറഞ്ഞത്. ഈ ആഴ്ച ഒരാൾ എന്നോട് ദാറുൽ ഖുർആൻ വന്നിട്ട് ചോദിച്ചു, നിസ്കരിക്കാത്ത ത്വരീക്കത്തുണ്ടോ? നല്ല കൂട്ടരാണ്, ഉഷാറാണ്, പക്ഷെ നിസ്കരിക്കൂല. ഉറപ്പിച്ചാളാ, ജയ് കൂടണ്ട. അത് ശരി. നൗഷാദിൻ്റെ ആളവിടെ വന്നിക്കണില്ലേ? മൂപ്പരുടെ അടുത്ത് കോളേജിൽ ചെന്ന് പറഞ്ഞോത്തര നല്ല ആൾക്കാരാണ്, പക്ഷെ നിസ്കരിച്ചൂല. അപ്പോൾ പിന്നെ മൂപ്പര് പറഞ്ഞിട്ട് ഉറപ്പിച്ചാളാ, ജയിലിൽ കൂടണ്ടാന്ന്. എന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് തീരെയും വരില്ല നൗഷാദ്. കാരണം അവസാനത്തെ വക്കത്തും നിസ്കരിച്ച് വഫാത്തായ മനുഷ്യൻ്റെ അനുയായിയാണ്. അപ്പം ഞാൻ ഉറപ്പിച്ചോ പേച്ചിട്ടുണ്ട്. ഒരു വ്യക്തി അല്പം നിസ്കരിച്ചിട്ടുണ്ടാവാതിരിക്കാൻ ആ വ്യക്തിക്ക് അതിൻ്റെ കാരണം ഉണ്ടാവും. ഒരു പ്രസ്ഥാനത്തിന് നിസ്കരിക്കാതിരിക്കാൻ കാരണമില്ല. മനസ്സിലായില്ലേ? ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഇപ്പം എന്തായിരിക്കും? അപ്പോൾ ഒരു പ്രസ്ഥാനത്തിന് നിസ്കരിക്കാതിരിക്കാനുള്ള കാരണമില്ല. എന്നാൽ ഞാൻ വ്യക്തിക്ക് എന്താണ് കാരണം അതും കൂടി ഒന്നാണ് പറഞ്ഞാൽ പിന്നെ പൂർത്തിയായിക്കോളും. ഒരു വ്യക്തി, ആ വ്യക്തിക്ക് കാരണം ഉണ്ടാവും. അക്കൽ പോയതായിരിക്കും, പലത്തെ കാരണമായിരിക്കാം. അപ്പോൾ ഒരു വ്യക്തി നിസ്കരിക്കാതിരിക്കാനുള്ള കാരണം അത് അയാളെ ബുദ്ധി പോയതാണ്. അക്കൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാടന്മാർക്ക് മനസ്സിലായിക്കൊള്ളുന്നുണ്ടാവില്ലേ? അപ്പോൾ അയാളുടെ ബുദ്ധി പോയതായിരിക്കാം. ബുദ്ധി പോകുക പറഞ്ഞാൽ പിരാന്താകുകയാണ്. അങ്ങനെയാണോ? എന്താണ് സംഗതി എന്നാവോ? ബുദ്ധി പോയതായിരിക്കാം. ആ ബുദ്ധി പോയത് കൊണ്ട് അയാളെന്ത് ചെയ്യൂല, അയാൾക്ക് നിസ്കരിക്കേണ്ടതില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഇയാൾ ഉദ്ദേശിക്കുന്നത് ജദ്ബിൻ്റെ ഹാലായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ജദ്ബ് പറഞ്ഞാൽ ഔലിയാക്കന്മാർക്ക് ഉണ്ടാകുന്നൊരു ജദ്ബ്. ആ ജദ്ബിലാണെങ്കിൽ അവർ ചിലപ്പോൾ നിസ്കരിക്കാതിരിക്കും. അതെല്ലാ പണ്ഡിതന്മാരും പറയുന്നത് തന്നെയാണ്. അത് ശരിയാണ് ഇയാൾ ഈ പറഞ്ഞത്. അങ്ങനെ ഒരു വലിയായി ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ ലഹരിയിലാണ് ലയിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഒക്കെ മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവും. അത് ആ വ്യക്തിയിൽ ഒതുങ്ങിയതാണ്.
അത് ആ വ്യക്തിയിൽ ഒതുങ്ങിയതാണ്. ഇയാൾ പറഞ്ഞത് ശരിയാണ്, അത് ആ വ്യക്തിയിൽ ഒതുങ്ങിയതാണ്. ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും, പകൽ ചായ കുടിച്ചിട്ടുണ്ടാവും, അത് കണ്ട് നമുക്ക് ഇത്തിബായി ചെയ്യാൻ കഴിയില്ല. അയാൾ ചിലപ്പോൾ സ്വർണത്തിൻ്റെ മൂതലിട്ടിക്കും, അത് നമുക്ക് ഇത്തിബായി ചെയ്യാൻ കഴിയില്ല, തുടരാൻ കഴിയില്ല. കാരണം അത് അയാളുടെ ബുദ്ധി പോയിക്കാണ്ട് അയാൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ അയാൾ ജതിബിലായിക്കാണ്ട് അയാൾ ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരു വ്യക്തി, ആ വ്യക്തി ഒരു വ്യക്തി നിസ്കരിക്കാതിരിക്കുന്ന ആ വ്യക്തിക്ക് എന്തോ കാരണം ഉണ്ടാവും, പക്ഷെ പ്രസ്ഥാനത്തിന് കാരണമല്ല. അതെ, ആ വ്യക്തിക്ക് എന്തോ കാരണങ്ങൾ ഉണ്ടാവാം, പക്ഷെ പ്രസ്ഥാനത്തിന് കാരണങ്ങളില്ല. ഈ വിഷയത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഇത് നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങൾ നല്ലൊരു സുന്നത്തമായിട്ട് പറയുന്ന മൂല്യരാവും. നിസ്കരിക്കാത്ത ത്വരീക്കത്തുകാരാണ്, അതൊക്കെ പിഴച്ച ത്വരീക്കത്തുകൾ മാത്രമാണ്. അവരെ കൂട്ടത്തിൽ കൂടിപ്പോകരുത്. അള്ളാഹുവിൻ്റെ ഹബീബ് സമൂഹത്തിൽ പരക്കെ വിതരണം ചെയ്തത് ശരീഅത്താണ്, ത്വരീക്കത്തല്ല. അടച്ചോൻ എന്നപ്പം വരും കുരുവട്ടൂരികൾ കേട്ടോ. നിങ്ങളെ ഗണ്ണിക്കാൻ വേണ്ടി കുരുവട്ടൂരികൾ വരും. അള്ളാഹിൻ്റെ റസൂല് പരക്കെ വിതരണം ചെയ്തത് ശരീഅത്താണ്, ത്വരീക്കത്തല്ല. ഇതിൽ നിങ്ങൾ ഉറച്ചു നിന്ന് നിങ്ങൾ പ്രസംഗിക്കണം. പക്ഷെ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ഇന്ന് പ്രസംഗിച്ചത് പിന്നെ നാളെ വേറെ പറയാൻ പേടി. ശരീഅത്തിനേക്കാളും ത്വരീക്കത്തിനെ മുന്തിക്കാൻ പാടില്ല. അടിസ്ഥാനം എന്നത് ശരീഅത്താണ് ദീന്. ഇത് ത്വരീക്കത്ത് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിൽ എന്താ ത്വരീക്കത്ത് കിട്ടിയില്ലെങ്കിൽ വരാൻ പോണ. ത്വരീക്കത്തില്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു എന്നൊക്കെ പറഞ്ഞ പമ്പര വിഡ്ഢികളുണ്ട്. അവരൊക്കെ പിഴച്ച കള്ളവാദികൾ മാത്രമാണ്. സത്യമാണ് പറഞ്ഞത്. നിസ്കാരമില്ലാത്ത എന്ത് ഷെയ്ഖ്, നിസ്കരിക്കാത്ത ഷെയ്ഖിനെ നമുക്ക് പിന്തുടരാൻ പറ്റൂല. നിസ്കരിക്കാത്ത ഷെയ്ഖിനെ പിന്തുടരാൻ പറ്റൂല. നിസ്കാരമാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, അത് ചെയ്യണം എന്നാണ് റഹ്മത്തുള്ളാഹി ഖാസിമി പറയുന്നത്. അടിസ്ഥാനം ശരീഅത്താണ്. ത്വരീക്കത്ത് കിട്ടിയാൽ എന്ത്, കിട്ടിയില്ലേ അങ്ങനെ അങ്ങോട്ട് പറയും. ത്വരീക്കത്ത് കിട്ടിയാൽ എന്ത്, കിട്ടിയില്ലെന്ത്, ശരീഅത്താണ് നമ്മുടെ അടിസ്ഥാനം. അങ്ങനെയൊക്കെയുള്ള ത്വരീക്കത്തുകാരുണ്ട് അക്കൂട്ടത്തിൽ. ഞാനില്ല, എനിക്ക് അടിസ്ഥാനം ശരീഅത്താണ്. മൂപ്പരെ കാര്യം പറഞ്ഞു, എനിക്ക് അടിസ്ഥാനം ശരീഅത്താണ്. അപ്പം ഇനിയിപ്പോൾ നൗഷാദ് പോക്കുണ്ടാവില്ല കേട്ടോ. ത്വരീക്കത്തുണ്ടായാൽ അൽഹംദുലില്ലാഹ്, അതൊരു പപ്പടം പോലെയാണ്. ചോറ്റയ്ക്ക് പപ്പടം കൂടി കിട്ടിയാൽ നല്ലതാണ്. നല്ല പപ്പടം, ഉഴുന്ന് പപ്പടമാണ്, പൊറാട്ട പപ്പടമാകരുത്. നല്ല പപ്പടമാവണം, ഉഴുന്നിൻ്റെ പപ്പടമാവണം, മറ്റേ പൊറാട്ട പപ്പടമാകരുത്. അഥവാ കള്ളന്മാരായ ത്വരീക്കത്തിൻ്റെ ശൈഖന്മാരാവരുത്. പൊമാട്ട് ജാലിൽ അദ്ദുവിനെ പോലെ, വീരാണ്ടിയെ സുലൈമാണ്ടിനെ പോലെ, കുരുവട്ടൂരികളെ പോലെ ആകരുത്. ത്വരീക്കത്തുകൾ പപ്പടം മാത്രമാണ്, അത്രയേ ഉള്ളൂ. ത്വരീക്കത്ത് പപ്പടമാണ് എന്ന് പറഞ്ഞത്. അല്ലാ, എന്നാ നൗഷാദ് ഇതാ ചാടണം കേട്ടോ. അത്രയേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് ഞാൻ പറയാണ്. നല്ലതല്ലേ, നല്ലതാണ്. പക്ഷെ ആദ്യം എന്തൊപ്പിക്കണം, എന്തുറപ്പിക്കണം, ശരീഅത്തുറപ്പിക്കണം. ശരീഅത്താണ് ദീന്. അതാണ് സത്യം. ശരീഅത്താണ് ദീൻ. ശരീഅത്തിലാണ് ഉറച്ചു നിൽക്കേണ്ടത്, ശരീഅത്താണ് ഉറപ്പിക്കേണ്ടത്. അത് അടിസ്ഥാനമാണ്, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ശരീഅത്തിൽ ഉറപ്പിക്കണം എന്നുള്ളത് എനിക്ക് തെളിവും മൂപ്പര് പറഞ്ഞു. ഇനി നൗസുവ കുടുങ്ങിട്ടോ. അതിനൊത്ത ത്വരീക്കത്തെ കുടിക്കോ, നല്ലതാണത്. ത്വരീക്കത്തുകൾ നല്ലതല്ലേ, 100% നല്ലതാണ്. പക്ഷെ നിനക്ക് എന്ത് വേണം, ശരീഅത്ത് വേണം. അല്ലാഹുവിൻ്റെ റസൂൽ എല്ലാവരോടും ചെയ്യാൻ കൽപ്പിച്ചത് എന്താണ്, ശരീഅത്താണ്. ഇപ്പം നമ്മളൊരാൾ ഇവിടെ ഒരു വീട്ടുകാർ ഒരു ത്വരീക്കത്ത് കൂടിയിട്ടില്ലെങ്കിൽ നമ്മളൊന്നും പറയില്ല. അതേസമയത്ത് നിസ്കരിക്കൂലെങ്കിൽ ആ വീട്ടിലേക്ക് നമ്മൾ പോകില്ല, ഒന്നും പച്ചവെള്ളം കുടിക്കൂല. സത്യമല്ലേ? കാരണം അവർക്ക് എന്തില്ല, പറയേ ശരീഅത്തില്ല. ദീൻ എന്ന് പറഞ്ഞാൽ ശരീഅത്താണ്. കറക്റ്റാ മൂപ്പരാ പറഞ്ഞത്. ത്വരീക്കത്തില്ലെങ്കിലും ഓൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകും. കാരണം എന്താ, ഓനെ ത്വരീക്കത്തില്ലെങ്കിലും നമ്മളെ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. പക്ഷെ ശരീഅത്തില്ല, ഓൻ നിസ്കരിക്കൂല്ല. അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഓൻ്റെ വീട്ടിലേക്ക് ചിലപ്പോൾ നമ്മൾ പോയിക്കൊള്ളുന്നില്ല. അങ്ങനെയാണല്ലോ. അതാണ് ആ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശരീഅത്ത് അടിസ്ഥാനമാണ്, ത്വരീക്കത്ത് പപ്പടമാണ്. ആ പപ്പടത്തിനോടാണ് താരതമ്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നൗഷാദേ, ഇനി ഇൻഷാ അല്ലാഹ് അപ്പോൾ മൂപ്പരടുത്തേക്ക് ഇനി പോയിട്ട് കാര്യമില്ല. ഇനി നമുക്ക് വേറെ ആളെ മാറ്റി പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ നോക്കാം.